നമസ്കാരം. ഞാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് കാണുന്ന നിങ്ങളോട് ഒരു അഭിപ്രായമാണ്, അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയാണ്. അതായത് ഈ ഒരു യൂട്യൂബ് ഈ ചാനൽ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ഫേസ്ബുക്കിലും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രയോജനമാണ് അല്ലെങ്കിൽ ഇത് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ചാനലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യണമെന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങളുടെ സപ്പോർട്ടിലാണ് ഞാൻ തുടർന്നുള്ള വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബ് എന്ന് പറയുന്നതും അതോടൊപ്പം തന്നെ കമൻറ്റുകൾ, അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കാരണം വിമർശനങ്ങളും നമുക്ക് സപ്പോർട്ടും എല്ലാം ആവശ്യമാണല്ലോ. അപ്പം നിങ്ങളുടെ ഈ വിമർശനങ്ങളും സപ്പോർട്ടും ഈ ചാനൽ ഫോളോ ചെയ്യുന്നതും കൂടി വരുമ്പോൾ മാത്രമാണ് എനിക്ക് തുടർന്ന് ഈ വീഡിയോയും നല്ല രീതിയിൽ റീച്ച് ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ചാനലും നല്ല രീതിയിൽ വളർന്നു വരികയുള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് പോകുന്നത് ഇന്നത്തെ പത്രത്തിൻ്റെ ഒരു കട്ടിങ്സാണ്. അതായത് കേരള കൗമുദിയിൽ വന്നിട്ടുള്ള ഒരു ഒരു കട്ടിങ്സാണ്. അതായത് കണ്ണൂരിലാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് കണ്ണൂർ പിണറായി കായലോട് പറമ്പായിൽ റസീന 40 വയസ്സ്. ഈ സ്ത്രീ ഇപ്പോൾ തൂങ്ങി മരിച്ചിട്ടുള്ള നിലയിലാണ് ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുന്നത് ഇതൊരു ആത്മഹത്യ മാത്രമല്ല, ഇതിന് പ്രേരിതയായിട്ടുള്ളത് STPയിൽ ഉള്ള ഒരു 3 പേരുടെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്നാണ്. അതായത് ഒരു വിചാരണ, അതായത് ആൾക്കൂട്ട വിചാരണയുടെ അടിസ്ഥാനത്തിൽ മനം നൊന്ത് അല്ലെങ്കിൽ ആ ഒരു മാനസിക വിഷമത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു ആത്മഹത്യയാണെന്നാണ് പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ചെറിയ രീതിയിലൊന്ന് വായിക്കാം ഈ വാർത്ത. യുവതിയുടെ മരണം ആൾക്കൂട്ട വിചാരണ തന്നെയെന്ന് പോലീസ്, ആൺസുഹൃത്ത് കാരണമെന്ന് കുടുംബം. അതായത് ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് 2 രീതിയിലാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഈ സ്ത്രീയുടെ കുടുംബം പറയുന്നത് ഒരു ആൺസുഹൃത്ത് ഇതിനിടയിൽ വന്നതിൻ്റെ പേരിലാണ് ഈ ഒരു പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായതെന്നാണ് കുടുംബം പറയുന്നത്. പോലീസ് പറയുന്നത് ആ ഒരു ആൺസുഹൃത്ത് എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധം മാത്രമാണ്. അത് പക്ഷേ വളച്ചൊടിച്ച് വേറെ രീതിയിൽ ഈ സ്ത്രീയെ ഒരു മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എല്ലാവരെയും മുന്നിൽ നാണക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു വിചാരണ നടന്നതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ആൺസുഹൃത്ത് എന്തുകൊണ്ടാണ് ഈ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു ബ്ലാക്ക് മെയിലിംഗ് ആയിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. അതായത് സ്വർണം തട്ടിയെടുക്കാനും പണം സമ്പാദിക്കാനും വേണ്ടി ഈ സ്ത്രീയെ ബ്ലാക്ക് മെയിലിങ്ങിലൂടെ ഉപയോഗിച്ചെന്നാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള കുറിപ്പിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ നിലവിലെ ഈ കുടുംബം, ഈ സ്ത്രീയുടെ കുടുംബം പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു കുടുംബത്തിലൊരു പ്രശ്നം നടക്കുന്നു, അത് സാമ്പത്തികമായിട്ടാവട്ടെ, കുടുംബത്തിൽ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ എന്തിലാകട്ടെ. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കേരളത്തിലുള്ള മിക്ക കുടുംബങ്ങളും ആശ്രയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി, അല്ലെന്നുണ്ടെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു സംഘടന, അല്ലെങ്കിൽ അവർ ആരാധനാലയങ്ങൾ, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇങ്ങനെയൊക്കെയാണ് പല രീതിയിലാണ് ഇവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിക്കുന്നത്. അപ്പോൾ ക്ഷണിക്കുന്ന ആ ഒരു സമയത്ത് ആരാണോ മധ്യസ്ഥയ്ക്ക് വേണ്ടി അവരെ കൊണ്ടുവരുന്നത്, വിളിക്കുന്നവർ അവരുടെ ഭാഗം നന്നായിരിക്കണം, അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാവരുത് എന്ന് വിചാരിച്ചായിരിക്കും സ്വാഭാവികമായിട്ട് മധ്യസ്ഥയ്ക്ക് വിളിക്കുക. അപ്പോൾ മധ്യസ്ഥയ്ക്ക് വരുന്നത് SDPI പ്രവർത്തകരാണ്. അപ്പോൾ SDPI പ്രവർത്തകരുടെ ഭാഗത്ത് അവരുടെ ഈ മരണക്കുറിപ്പ് അല്ലെങ്കിൽ ഈ ഒരു മരണത്തിന് കാരണമായിട്ടുള്ള ആ കുറിപ്പിൽ പറയുന്ന 3 പേരെ, അല്ലെങ്കിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 പേരെടുത്ത് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മരണവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഒരു പക്ഷേ ഈ വീട്ടുകാർ സത്യമല്ലാത്ത കാര്യങ്ങൾ, അതായത് നുണകൾ പടച്ചുണ്ടാക്കി ഒരു പക്ഷേ ഈ SDPI പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം. കാരണം ഈ ആൺസുഹൃത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ, അതല്ലെങ്കിൽ എല്ലാ കുറ്റങ്ങളും ആ വ്യക്തിയുടെ മുകളിലേക്ക് വെച്ചുകൊണ്ട് ഈ സ്ത്രീയുടെ ഭാഗത്ത് യാതൊരു കുറ്റവുമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഈ സുഹൃത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റുള്ള എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ഈ SDPI പ്രവർത്തകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ടത്, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒരു മധ്യസ്ഥയ്ക്ക് വിളിക്കുമ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുക. നമ്മുടെ ഭാഗം വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മധ്യസ്ഥയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ മധ്യസ്ഥയ്ക്ക് വരുന്നവർക്ക് ഇത് ഉൾക്കൊള്ളാനോ എന്താണ് സത്യമെന്നോ മനസ്സിലാക്കാൻ കഴിയില്ല.
ഒരു പക്ഷേ ഈ മരണം സംഭവിക്കാതിരിക്കണമായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ചിന്തയിൽ വരുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാണ് യാതൊരുവിധ വാല്യൂ ഇല്ലാത്ത, അല്ലെങ്കിൽ സമൂഹത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, അവർക്ക് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, അവരുടെ പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടിയൊക്കെ അവർ എല്ലാവരുമായിട്ടും ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. അവർ കുടുംബങ്ങളുമായിട്ടും ആ നാട്ടിലുള്ളവരുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കും. പക്ഷെ അതൊന്നും തന്നെ ഒരു കുടുംബത്തെ നിയന്ത്രിച്ചു പോകാനുള്ള എല്ലാ ലൈസൻസ് ഒന്നും ഈ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് കാര്യം നിങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഒരു കുടുംബ പ്രശ്നം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് പോലീസിനെ അറിയിക്കുക. ഫസ്റ്റിൽ തന്നെ പോലീസിനെ അറിയിച്ചുകൊണ്ട് ഒരു മാർഗം അവരിൽ നിന്ന് സ്വീകരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഒരു പക്ഷേ ഈ സ്ത്രീയുടെ ഭാഗത്ത് യാതൊരുവിധ കുറ്റവും ഇല്ലായിരുന്നു എന്ന് എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക? ഇപ്പം ഫൈനലി ഈ ഒരു കുടുംബ വിചാരണ, അല്ലെങ്കിൽ ഈ സ്ത്രീയെ കുറ്റം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനുണ്ടായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ പുരുഷനുമായിട്ട് അല്ലെങ്കിൽ ആൺ സുഹൃത്തുമായിട്ട് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവർ ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് വരുന്നത്. അപ്പോൾ പറഞ്ഞ് തിരിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൺ സുഹൃത്തും പെൺ സുഹൃത്തും തമ്മിൽ സംസാരിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അവിടെ കൊണ്ട് തീരും, അങ്ങനൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ആ മരണം സംഭവിച്ചതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പം എന്തൊക്കെ തന്നെ ആയാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആൺ സുഹൃത്തിനെതിരെ തലശ്ശേരി ASPക്ക് റസീനയുടെ കുടുംബം പരാതി നൽകി. റസീനയുടെ സ്വർണം ഇയാൾ തട്ടിയെടുത്തുവെന്ന് മാതാവ് ഫാത്തിമ പറഞ്ഞു. മകൾക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു. കുറച്ച് മാസങ്ങളായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. സോഷ്യൽ മീഡിയ വഴിയാണ് യുവാവിനെ റസീന പരിചയപ്പെട്ടത്. അറസ്റ്റിലായ 3 പേരും നിരപരാധികളാണ്. അതായത് കുടുംബം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിലവിൽ ഈ മരണക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ആ വ്യക്തികളെയാണ്. അതായത് ആരാണോ ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ, അവരെ കുടുംബം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വരുന്നത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് നടക്കുന്നതെന്ന്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ SDPI പ്രവർത്തകർക്ക് ഇതിനുള്ളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്ന് തന്നെയാണ് പറയുക. ഇവർ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ മേളിൽ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള വാദപ്രതിവാദങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ ഈ ഒരു കുടുംബം മൊത്തവും അതോടൊപ്പം തന്നെ മധ്യസ്ഥയ്ക്ക് വന്ന ആ വ്യക്തികളും തമ്മിൽ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു സ്ത്രീയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് ഞാൻ പറയുന്നില്ല, പക്ഷെ മാനസികമായിട്ട് അവരെ തളർത്തിയിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. കുടുംബത്തിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി അതിനൊപ്പം തന്നെ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവർക്കും ഇതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായതിൻ്റെ പേരിലാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അങ്കലപ്പിലായതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ ഈ ഒരു മരണം സംഭവിക്കുന്നത്. എന്ത് തന്നെയായാലും ജീവൻ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള മരണങ്ങൾ തടയുന്നതിന് വേണ്ടി ശ്രമിക്കുക. നിങ്ങളൊരു തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയോ ഒരു സ്ത്രീയുടെ മനസ്സിനെയോ അവരുടെ ജീവിതത്തെ വെച്ചല്ല കളിക്കേണ്ടത്. സത്യം പറഞ്ഞ ഈ വാർത്ത കണ്ടപ്പോൾ മാനസികമായിട്ട് ആ സ്ത്രീയുടെ ഒരു നമുക്ക് ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ആ ഒരു സംഭവം ഇത് മൊത്തത്തിൽ അറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ എന്തായാലും ആ ഒരു SDPI പ്രവർത്തകരുടെ പേരെഴുതി വെച്ചിട്ട് അവർ മരണപ്പെടത്തില്ലല്ലോ. അത്രമാത്രം അവർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ആൺ സുഹൃത്തുമായി വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്നതിനിടയിൽ കുറേ പേർ വരികയും ഭീഷണിപ്പെടുത്തുകയും മോശമായി ചിത്രീകരിച്ചെന്നുമാണ് റസീനയുടെ കുറിപ്പിലുള്ളതെന്ന് കമ്മീഷണർ പറയുന്നു. ജീവിക്കാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലെന്ന് മനസ്സിലാക്കിയാണ് ആത്മഹത്യ ചെയ്തതെന്നും കുറിപ്പിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രതികളുടെ പേരുകൾ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതിനാലാണ് അറസ്റ്റ് ചെയ്തത്. SDPI പ്രവർത്തകരായ പ്രതികൾ ആൺ സുഹൃത്തിനെ ഓഫീസിലെത്തിച്ച് 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു. ആൺ സുഹൃത്തിനെതിരെ പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അതായത് ഇപ്പം നിലവിൽ ഈ SDPI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെങ്കിലും നിലവിൽ ഈ ആൺ സുഹൃത്തിന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിലും അതും പരിഗണിക്കുമെന്നാണ് കമ്മീഷണർ പറയുന്നത്. അതേസമയം റസീനയുടെയും ആൺ സുഹൃത്തിൻ്റെയും കുടുംബങ്ങളാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തതെന്നും പാർട്ടി ഓഫീസ് അതിനായി വേദി നൽകിയെന്നും മാത്രമാണ് SDPI പ്രവർത്തകർ, ഇപ്പം നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഈ SDPI പ്രവർത്തകർ പറയുന്നത്. എന്തു തന്നെയായാലും വല്ലാത്തൊരു ഞെട്ടിക്കുന്നൊരു വാർത്തയായിപ്പോയി. ആ ജീവൻ രക്ഷിക്കാമായിരുന്നു. കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടില്ല എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.